FTC എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ വീഡിയോ ആണ്. അപ്പോൾ കുറേ കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഇടുന്നതായിരുന്നു വീഡിയോസ്. അപ്പോൾ പ്രഗ്നൻ്റായി ആ ടൈമിന് വോമിറ്റിങ്ങും ക്ഷീണവും അങ്ങനെയൊക്കെയായി അതങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ ഞാനൊരു 7 മന്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിപ്പോയി, വീഡിയോ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് തന്നെ ഇതാണ്. നമ്മളെ പ്രഗ്നൻസീന് ഉണ്ടാവുന്ന എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും സോറി കേട്ടോ, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടിനും എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ വേറെ തരത്തിലാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, ഓരോ ആളെ ശരീരം പോലെയാണ് നമ്മുടെ ഉണ്ടാവുക. മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 9 മാസം വരെയും വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, എന്നാൽ ക്ഷീണമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്താ പറയുക, എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. അത്യാവശ്യം ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ തന്നെ തന്നതാണേ. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ പറ്റില്ല, ഡെയിലി ഇതിങ്ങനെ ഛർദ്ദിക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഛർദ്ദിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു. എന്നാൽ മോന് പ്രഗ്നൻ്റ് ആയ ടൈമിന് എനിക്ക് ഡെയിലി വൊമിറ്റിങ് ഇല്ല, പക്ഷേ ഭയങ്കര ക്ഷീണമായിരുന്നു, നല്ല ക്ഷീണമായിരുന്നു. ആൾക്കാരെ കാണുമ്പോൾ ദേഷ്യം വരിക, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരും. എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാരെ കാണുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരിക, ചില മണം, സ്മെല്ല്, സോപ്പ്, ഇനി സ്പ്രേ ആവട്ടെ, ചിലപ്പോൾ അതൊക്കെ നല്ല സ്മെല്ലായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അത് ഒരു ബാഡ് സ്മെല്ലായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യാറ്. പിന്നെ സിനിമ തീരെ ഒരു സിനിമയും എനിക്ക് കാണാനേ ഇഷ്ടമല്ലായിരുന്നു. ഫോൺ യൂസ് ചെയ്യുക, ഏറ്റവും എന്നെ സംബന്ധിച്ച് ഫോൺ എടുക്കുക എന്ന് പറയുന്നത്, ഈ ഫോൺ ചെയ്യുക, ഇതൊക്കെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്. അങ്ങനത്തെ ഉള്ളൊരു മാറ്റമാണ് എനിക്ക് 2 പ്രഗ്നൻസിയിലും കൂടി ഉണ്ടായത്. അപ്പോൾ മോളെ പ്രഗ്നൻസി ഉണ്ടായ സമയത്ത് എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് വൊമിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഇങ്ങനത്തതൊന്നും ഫോൺ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മോനെ പ്രഗ്നൻ്റ് ആയ ടൈമിന് ഫോൺ എടുക്കാൻ വയ്യ, ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്നാ പറയുക, എല്ലാം കൊണ്ടും കുറേ അതിപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരികയാണ്. എന്തായാലും നമ്മുടെ ഹോർമോണിൻ്റെ പ്രശ്നമായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോരോ നിങ്ങളുടെ പ്രഗ്നൻസിയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റിൽ ഇടണം കേട്ടോ. നമുക്ക് എന്നാലല്ലേ ഓരോ ആൾക്കാർക്ക് ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാവുക വെച്ചാൽ, ഓരോ ആൾക്കാർക്ക് പല തരത്തിലാണ് പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ ബൈ.